ഹായ് വെൽക്കം ബാക്ക് സനം വ്ളോഗിൻ്റെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് കാണാം. ഞാൻ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെയാണ് മോർണിംഗ് നമ്മൾ രാവിലെ പുറത്തിറങ്ങിയ സമയത്ത് കുറേ പക്ഷികളും കാക്കകളും പ്രാവുകളും ഒക്കെ നമ്മൾ അപ്പുറത്ത് വീട്ടിനകത്ത് തിന്നാനും ഇങ്ങനെ വരുന്നതൊക്കെ നല്ല രസമാണ്. അവരെ കിളികളുടെയും കാക്കകളുടെയും ശബ്ദങ്ങളൊക്കെ നമുക്ക് രാവിലെ കേൾക്കാം. നമുക്കത് രാവിലെ പുറത്തിറങ്ങാൻ ടൈം ഉണ്ടാവില്ല. രാവിലെയൊക്കെ ഡ്യൂട്ടി അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ രാവിലെ ഇന്ന് അരിപ്പത്തൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മിക്സിയിൽ കല്ലിൽ ഗ്രൈൻഡർ അരച്ചെടുത്ത പത്തിരിയായിരുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മോൾക്ക് സ്കൂൾക്ക് ഞാനിതാണ് ഉച്ചക്കത്തെ ഫുഡിൽ ഞാൻ പത്തിരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ വലിയൊരു തവ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പത്തിരി ചുട്ടെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ കോഴി ചാറൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും ഇതിലേക്ക് ഞാൻ വീട്ടിൽ കഴിക്കാൻ നല്ല സ്മൂത്തായി കിട്ടുന്നുണ്ട് പത്തിരിൻ്റെ കൂടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് പത്തിരിയൊക്കെ ആയി. പിന്നെ അതിനിടെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. ഇത് മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനിടയിൽ നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം പെട്ടെന്ന് നമ്മൾ തുടച്ചെടുത്താൽ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം തുടച്ചെടുക്കലും അതുപോലെ തന്നെ പിന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ട് ഇളക്കി കൊടുത്താൽ പിന്നെ നമ്മൾ ഉണങ്ങാനിട്ടാൽ മാത്രം ഇട്ട് കൊടുത്താലായില്ലേ. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടാവും, നമുക്ക് കുറേ പാത്രം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കഴുകിയെടുക്കാം. പിന്നെ ഞാൻ മീൻ ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിരുന്നു. അപ്പം മീൻ ഞാൻ എടുത്തിരുന്നു. അപ്പം മുള്ളനായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും രാവിലെ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം രാത്രിക്ക് അതിന് കിച്ചണിലേക്ക് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മീൻ ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിറ്റേന്ന് രാവിലെ വരെ നമുക്ക് അപ്പത്തിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഗ്രീൻ പീസും അതുപോലെ തന്നെ വെളുത്ത പയറും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വേവിച്ചിട്ട് നല്ല വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മീൻ ചാറിന് ഗ്രൈൻഡറിൽ അരക്കുന്നതാണ്. ഇപ്പം മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞുതരാം. കുക്കറിൽ വേവിച്ചിട്ട് ഗ്രീൻ പീസും അതുപോലെ തന്നെ വെള്ളപ്പയറുണ്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കറി എന്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ കറി. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകി ഇട്ടിട്ടില്ല, കടുക് വറുത്തിട്ടിട്ട് മസാല ഒക്കെ ആക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ മുളക് പൊടി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതുപോലെ വേവിച്ച പിന്നെ വെളുത്ത പയർ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിത് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ നല്ല മണം വരാൻ വേണ്ടിയിട്ട് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു മണം. ഈ കറി ഇങ്ങനെ നിങ്ങൾ വെച്ചോളൂ കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തോ പയറിൽ വെക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും മിക്സ് വെച്ചിട്ടുണ്ട്, കറി ഭയങ്കര ടേസ്റ്റ് ആവും. ഇത് മുള്ളനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അവന് കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തിൻ്റെ ഫോൺ വന്നായിരുന്നു. അങ്ങനെ ഞാനത് വോയിസ് ഓവർ വിട്ടതാണ്. അപ്പോൾ എനിക്ക് മീൻ ചാറ് തിളച്ചതിന് ശേഷം അതിലേക്ക് മുള്ളനിട്ട് കൊടുത്തു. മുള്ളന് പക്ഷേ ചെറിയ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റുമല്ലോ കേട്ടോ, എന്നിട്ട് ഒരുപാട് മുള്ളുണ്ടാവും. അപ്പം ചാറൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ചാറ് അരക്കുന്ന സമയത്ത് ഞാൻ പുളിയും ഇതിലേക്ക് അരച്ച് കൊടുത്തിട്ടുണ്ട്. പുളി അതുപോലെ തന്നെ നീരുള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് അരച്ചിട്ടുണ്ട്. ചാറും നല്ല ചാറാണ് കേട്ടോ, അടിപൊളി ചാറാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ചില പണികളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തോട്ടാ അതിൻ്റെ ഇടയിൽ. പിന്നെ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. പക്ഷെ ഫുള്ള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ചെറുതായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കാറ്റായിരുന്നു കേട്ടോ. പുറത്തിങ്ങനെ തെങ്ങുകളും മരങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കും മരം വീണ് പോയോ എന്ന് നമ്മൾ വിചാരിക്കാം. അത്രയും വലിയ കാറ്റായിരുന്നു. അപ്പം അത് കരക്കാറ്റാണെന്ന് തോന്നുന്നട്ടാ അന്നത്തെ ദിവസം. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഫാനൊന്നും ഇട്ടിട്ടേ ഇല്ല. അത്ര നല്ല കാറ്റായിരുന്നു. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണാം എന്തൊരു രസമായിട്ടാ. ഇത് വൈകിട്ടാണ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല രസമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വന്നു. ഒരു 6 o'clock നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ബേക്കറിയാണ് കേട്ടോ. ഉപ്പും പിന്നെ മധുരവും
മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബേക്കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞങ്ങൾ വാങ്ങുമ്പോൾ നോക്കിയിട്ട് തന്നെ വാങ്ങിയത്. എന്തൊരു ബേക്കറി നമ്മൾ തിന്ന് നോക്കിയതിന് ശേഷം വാങ്ങാൻ പാടുള്ളൂ, എന്നാലേ നമുക്കതിൻ്റെ രുചി അറിയും. പിന്നെ ഇത് രാത്രിക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുകയാണെങ്കിൽ എപ്പം പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ വരാൻ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ അമർത്തിയെടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, താങ്ക് യു.